ഞങ്ങളുടെ ഒരു റിപ്പോർട്ടായിരുന്നു ആലപ്പുഴയിലെ എടത്തുവ കോയിൽമുക്ക് ഗവൺമെൻറ് എൽ പി സ്കൂൾ. എടത്തുവയിൽ കോയിൽമുക്ക് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കഴിഞ്ഞ വർഷം ഈ പ്രവേശനോത്സവം ത്തിൻ്റെ സമയത്ത് ഈ സ്കൂളിൻ്റെ മേൽക്കൂര അങ്ങ് പറന്നുപോയി. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പി ടിക്ക് വലിയൊരു പരാതിയുണ്ട്. കഴിഞ്ഞ പ്രവേശനോത്സവത്തിൽ സംഭവിച്ചതാണ്. ഇക്കുറി അതുകൊണ്ട് അവർ പ്രവേശനോത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് ഈ സ്കൂൾ പി ടി എടുത്തിരിക്കുന്ന തീരുമാനം. എടത്തുവിലെ കോയിൽമുക്ക് ഗവൺമെൻറ് എൽ പി സ്കൂളാണ്. അവിടെ ഇന്നവർ പ്രതിഷേധത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ കാര്യം ഞാൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. നമുക്ക് അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകുമോ മിനിസ്റ്റർ? അല്ല, ഈ പറഞ്ഞ പരാതി ചില സ്കൂളുകളെങ്കിലും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഏറെ ശ്രമങ്ങൾ സർക്കാർ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള ഫണ്ടുകൾ കിട്ടി. അതുപോലെ തന്നെ MLA ഫണ്ട്, MP ഫണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ചില സ്കൂളുകളിൽ ഈ ഫണ്ടുകളൊന്നും ലഭ്യമാകാതെ പോയിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ കെട്ടിടങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത്, സൗകര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് നമ്മളൊരു പ്രത്യേകമായ ഒരു പരിഗണന അത്തരം സ്കൂളുകൾക്ക് കൊടുക്കും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓൺ ഫണ്ടിൽ നിന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സ്കൂളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർക്ക് കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിന് ശേഷം നമുക്ക് കിട്ടുന്ന അലോട്ട്മെൻറ്റിൽ അങ്ങനെ പരിഗണിക്കും. നിങ്ങൾ ഈ പറഞ്ഞ സ്കൂളിനെ എന്തായാലും ആ ഒരു ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും.